ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 31 ഡിസംബർ 2025 ആണ്. അപ്പം നാളെ വേൾഡ് മൊത്തം 2026 എൻട്രി ആവാൻ പോവാണ്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ കാരണം, ന്യൂസിലാൻഡിലാണ് മേജർ കൺട്രിയിലെ ഒരു കൺട്രിയാണ് ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഓക്ക്ലാൻഡിലാണ് മെയിനായിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ വേൾഡ് മൊത്തം ഉറ്റി നോക്കുന്നത് ഓക്ക്ലാൻഡിലെ സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത് ഫാങ്കരയാണ്. അപ്പോൾ ഫാങ്കര ടു ഓക്ക്ലാൻഡ് 2 hours ജേണി ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. സാധാരണ ഇവിടെ ഫാങ്കര അടുത്ത് പിന്നെ പഹിയ ബീച്ചിലൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ ന്യൂസിലാൻഡിൽ ഉണ്ടാവുന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു. അപ്പം റോഡൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ പീസ്ഫുൾ വെതറാണ്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ന്യൂസിലാൻഡിലെ ന്യൂ ഇയർ ഫസ്റ്റ് വരാനുള്ള കാരണം, ഇവിടെ ടൈം സോൺ അനുസരിച്ചാണ് ന്യൂസിലാൻഡിൽ ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഐഡിയൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അനുസരിച്ച് അതിൻ്റെ നിയർ കൺട്രീസാണ് ഫസ്റ്റ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലി ഫസ്റ്റ് വരുന്നത് കിറിബാറ്റി അയർലാൻഡാണ്. അതിൽ കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മേജർ കൺട്രിയിൽ ഫസ്റ്റ് വരുമ്പോൾ ന്യൂസിലാൻഡാണ് ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഓസ്ട്രേലിയയാണ്. നിയർ ബൈ കൺട്രിയാണ് ന്യൂസിലാൻഡിന് നിയർ ബൈ കൺട്രിയാണ് ഓസ്ട്രേലിയ. പിന്നെ അത് കഴിഞ്ഞ് ഏഷ്യ, പിന്നെ യൂറോപ്പ്, പിന്നെ ആഫ്രിക്ക, അത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അമേരിക്ക. അങ്ങനെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് പസഫിക് റീജിയനാണ്. അതുകൊണ്ട് തന്നെയാണ് കിറിബാറ്റി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ ഫസ്റ്റ് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ ഇവിടെ ന്യൂസിലാൻഡിലുണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഇറങ്ങുമ്പം ക്ലൈമറ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പോൾ 1 ഡേയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ റെയിനി ഡേ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ സണ്ണി കാണിക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ നോക്കി കേട്ടോ. അപ്പോൾ ആഫ്റ്റർ 7 o'clock റെയിൻ ഇല്ല. അപ്പം ഇപ്പം പോകുന്ന വഴിക്ക് ഫുൾ റെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ഇപ്പം ഏകദേശം ഓക്ക്ലാൻഡ് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്ന് കുറച്ച് ഇവിടെ ഡേ ലൈറ്റ് ടൈംസ് കൂടുതലാണ്. കാരണം നമുക്ക് ന്യൂസിലാൻഡിൽ സമ്മറാണ് കേട്ടോ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസിൽ ഈ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വരെയൊക്കെ നമുക്ക് സമ്മർ സീസണാണ്. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റ് കുറച്ച് കൂടുതലാണ്. ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴാണ് ഇരുട്ട് വന്ന് തുടങ്ങുക. അപ്പം കുറച്ച് ടൈം കൂടുതൽ എടുക്കും. അപ്പം നമ്മളിപ്പം കാണുന്നത് സ്കൈ ടവറാണ് കേട്ടോ. സ്കൈ ടവർ അവിടെ എത്തി. അപ്പോൾ അവിടെ നല്ല വ്യൂ ആയിരുന്നു. റെയിനൊക്കെ ആയത് കാരണം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇനി 12 o'clock ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി പാർക്ക് ചെയ്യണം. പാർക്കിംഗ് സ്ലോട്ട് കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിടും. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ നോർത്ത് ഷോർ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുന്ന് വ്യൂ ആണ് കേട്ടോ, ഈ സ്കൈ ടവറിൻ്റെ. നല്ല രസമുണ്ട്. ഹാർബറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നാമത്തെ റെയിനിയും കൂടി ആയത് കാരണം അടിപൊളിയായിരുന്നു വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം അത്ര ട്രാഫിക്കില്ല. അപ്പം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പാർക്കിംഗ് സ്ലോട്ടൊക്കെ കിട്ടി. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ സിറ്റി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി 12 മണി വരെ നമുക്ക് ഇവിടെ ഇരുന്ന് കുറേ ഫുഡുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ നടന്ന് കാണാം.
ഓക്ലാൻഡിൽ സിറ്റി വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ കുറേ കെട്ടിടങ്ങളും നമ്മുടെ ഫാങ്കര ആകുമ്പം അത്ര ഇല്ല. ഇതുപോലെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടുന്ന് എല്ലായിടത്തേക്കും വെല്ലിംഗ്ടൺ, ഹാമിൽട്ടൺ, ഫാങ്കരൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ അവൈലബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഫാങ്കര അപേക്ഷിച്ച് ഫാങ്കര കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഓൺ ട്രാൻസ്പോർട്ട് ഇല്ലാതെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഓക്ലാൻഡ് ആകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ളത് കാരണം തന്നെ ഓൺ ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് ഫസ്റ്റ് ആദ്യകാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാസിനോയിൽ എൻ്റർ ചെയ്തു കേട്ടോ. സ്കൈ ടവറിൻ്റെ ഉള്ളിലെ കാസിനോ ആണത്. അപ്പോൾ ഇവിടെ അഡൾട്ട്സ് എബോ 18 ഇയേഴ്സ് മാത്രമേ എൻട്രി ഉള്ളൂ, കിഡ്സിന് എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്ന് സീരിയസ് ആയിട്ടിരുന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി എൻ്റർ ചെയ്ത് ഒന്ന് കണ്ടിട്ടും ഇറങ്ങി. അപ്പം ഇവിടെ ന്യൂ ഇയർ ആയിട്ട് നാളെ ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് സിറ്റി വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കാം. That's why I trust it. I sought the Lord, and He heard, and He answered. And He heard, and He answered. I sought the Lord, and He heard, and He answered. That's why I trust Him. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ വാങ്ങിയത് കേട്ടോ ടർക്കിഷ് കബാബ്. കുഴപ്പമില്ല, 50-50. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ സ്കൈ ടവറിന് മുമ്പിലുള്ള ഒരു കബാബ് ഷോറൂമായിരുന്നു. ഫൈനലി ഞങ്ങൾ വിക്ടോറിയ സ്ട്രീറ്റ് എത്തി. വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്നാണ് എല്ലാവരും ഈ ഫയർ വർക്ക്സും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് വേണം ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ സൈഡിൽ നിന്നും കാണാം നമുക്ക്. അപ്പം വിക്ടോറിയ സ്ട്രീറ്റിലാണ് മെയിനായിട്ട് ആൾക്കാർ കൂടുന്നത്. അപ്പം സ്കൈ ടവറിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ കൗണ്ട് ഡൗൺ ശരിക്കും കാണുന്നത്. അങ്ങോട്ടും പോയി നോക്കി, പക്ഷെ പകുതി മാത്രമേ കാണാനുള്ളൂ കേട്ടോ ബിൽഡിങ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെയും ഞങ്ങൾ ആ ഭാഗത്തേക്കാട്ട് തന്നെ പോയി. അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല വൈബായിരുന്നു. അപ്പം നേരെ അങ്ങോട്ട് തന്നെ പോയി. പക്ഷേ ഈ ഭാഗത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2026 എൻ്റർ ചെയ്യാൻ വേണ്ടി ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ നേരമായി. Okay, finally I want to end the vlog. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഈ വർഷം എല്ലാവർക്കും സന്തോഷമായ ദിനങ്ങൾ വന്നു ചേരട്ടെ. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എല്ലാവരും നിറവേറട്ടെ. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.